ഏത് സംസ്കാരവും വളർന്നു വന്നത് നദീതീരങ്ങളിലാണ്. ഭാരതപ്പുഴയും തീരങ്ങളും അത്തരമൊരു സംസ്കാരത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. ഭാരതപ്പുഴയുടെ വളക്കൂറുള്ള തടങ്ങളിൽ നെല്ലും സാഹിത്യവും തഴച്ചു വളർന്നു. തൻ്റെ തീരങ്ങളെ സാംസ്കാരികവും കാർഷികവുമായി പുഷ്കലമാക്കുന്ന ഈ വളക്കൂറ് നിളയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. നിളയുടെ തീരത്തെ ചമ്രവട്ടത്തു നിന്ന് കൃഷിയിലും ശാസ്ത്ര ഗവേഷണത്തിലും സാഹിത്യത്തിലും വ്യക്തിത്വം തെളിയിച്ച ശ്രീ സി രാധാകൃഷ്ണൻ കൃഷിയിലേക്ക് വന്നത് യാദൃശ്ചികമല്ല. സ്വന്തം മണ്ണിൻ്റെ പശിമയാർന്ന സംസ്കാരമാണ് അദ്ദേഹത്തിൻ്റെയും സംസ്കാരം. സാഹിത്യത്തോടും കൃഷിയോടുമുള്ള ഈ എഴുത്തുകാരൻ്റെ സംസ്കാരം വള്ളുവനാടൻ മണ്ണിനോടുള്ള പശിമ തൊട്ടറിഞ്ഞതാണ്. സൃഷ്ടിന്മുഖമായ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന സർഗാത്മക ചൈതന്യം സി രാധാകൃഷ്ണന്റെ വാക്കുകളെ ജീവസുറ്റതാക്കുന്ന എഴുത്തിലും മണ്ണിൽ പുതുനാമ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വൃത്തിയിലും നിലനിൽക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സർഗാത്മക വ്യക്തിത്വം എഴുത്തുകാരൻ എന്ന നിലയിലും കർഷകൻ എന്ന നിലയിലും വ്യത്യസ്ത തലങ്ങളിൽ തൻ്റെ നിർണായകമായ ദൗത്യം നിറവേറ്റുകയാണ് ഇവിടെ. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഒരു തൊഴിലോ ഒരു വ്യവസായമോ ഒന്നും ആയിരുന്നില്ല. ഇത് ജീവിതം തന്നെയായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ. കുട്ടിക്കാലത്തൊന്നും വീട്ടിലുണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിറ്റതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക്, അയൽക്കാർക്ക് വെറുതെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ലാഭകരമായ ഒരു കാര്യമായിട്ടോ ലാഭം എന്നൊരു ആശയത്തോട് ബന്ധപ്പെട്ടതായിട്ട് പോലുമോ ആലോചിക്കാറില്ല. വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് വയലുണ്ടാവും, അവിടെ കൃഷി ചെയ്യും, അതിനുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കും, പല കാലങ്ങളിൽ പല കൃഷി ചെയ്യും, വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ഉപയോഗിക്കും. ചുറ്റുവട്ടത്തുള്ള സമാനങ്ങളായ ആവശ്യമുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഈ നാട്ടിൽ കൃഷി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരെ അവർക്കൊക്കെ വാർഷിക വിഹിതങ്ങൾ കൊടുക്കും. അങ്ങനെ ജീവിതത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കൃഷി തുടർന്നു പോകുന്നത്. അതിനാവശ്യമായ ചുറ്റുവട്ടങ്ങൾ, കന്നുകാലികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീടിൻ്റെ 4 ഭാഗത്തുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കൃതിയായിരുന്നു അത്. പണ്ടൊക്കെ ഒരു വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ കാരണവന്മാർ ചോദിക്കുന്ന ചോദ്യം അവിടെ പുത്തരിക്ക് നെല്ലുണ്ടാവുമോ എന്നാണ്. അതായത് വയലും കൃഷിയും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊടുത്തയക്കാൻ ആലോചിക്കുക പോലും ഇല്ലായിരുന്നു എന്നർത്ഥം. ഏറ്റവും വലിയ സമ്പത്ത് നെല്ലും വിത്തും ഉണ്ടായിരിക്കുക വീട്ടിൽ എന്നുള്ളതായിരുന്നു. എന്തിനാണേറെ പട്ടികളെക്കുറിച്ചും നായ്ക്കളെക്കുറിച്ചുമുള്ള ഫലിതങ്ങൾ പോലും കൃഷിയെക്കുറിച്ചുള്ള ഫലിതങ്ങളായിരുന്നു. പണ്ടത്തെ കാരണവന്മാർ പറയും, ഒരിക്കലും ഒരു പട്ടിയെ വീട്ടിൽ വളർത്തരുത്, കാരണം പട്ടിയുടെ സ്വപ്നം എപ്പോഴും ഈ വീട് മുഴുവൻ കത്തിച്ചാമ്പലായി ഇവിടെ ചാരം ഉണ്ടായി അതിൽ കിടന്ന് സുഖമായി ഉറങ്ങണം എന്നായിരിക്കും. നേരെ മറിച്ച് പൂച്ചയെ വളർത്തിക്കൊള്ളൂ എന്നാണ് പറയുക. എന്താണെന്ന് വെച്ചാൽ പൂച്ചയുടെ സ്വപ്നം ഈ വീട്ടിൽ നിറയെ നെല്ലും വിത്തും ഉണ്ടായിട്ട് അതിലൊക്കെ മൂത്രമൊഴിച്ച് അപ്പിയിട്ട് സുഖമായി കഴിയണം എന്നായിരുന്നു അത്രേ. ഇത്രമാത്രം അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു കൃഷിയോട് ഉണ്ടായിരുന്നത് എന്നർത്ഥം. പല കാലങ്ങളിൽ ചെയ്യുന്ന കൃഷി പലപ്പോഴും വിളവ് വളരെ മോശമായിരുന്നു. വിത്ത് ഇരട്ടിച്ച് കിട്ടി എന്നൊക്കെയാണ് കൃഷിക്കാർ സാധാരണയായിട്ട് പറയുക. പാരമ്പര്യമായി ലഭിച്ച കാർഷിക സംസ്കാരം സി രാധാകൃഷ്ണന്റെ ചിന്തകൾക്ക് ഊർജം പകർന്നു. തൻ്റെ വീടിന് മുമ്പിലുള്ള 2 ഏക്കർ നെൽവയലിൽ അദ്ദേഹം സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു. പരമ്പരാഗതമായി ലഭിച്ച നെൽവിത്തുകൾ നിലനിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. ഇനിയും മലിനമാവാത്ത മണ്ണും പുഴയും പച്ചപ്പും ഈ എഴുത്തുകാരൻ്റെ ശക്തിയാണ്. കൃഷിയും മണ്ണും മനുഷ്യനും പച്ചയായി ഇടകലർന്നു നിൽക്കുന്ന ഈ വളക്കൂറുള്ള മണ്ണിൽ ആഴത്തിൽ വേരോട്ടമുള്ളതാണ് സി രാധാകൃഷ്ണന്റെ ചിന്തകൾ. കൃഷിവേല ആദ്യകാലം തൊട്ടേ മനുഷ്യന്റെ ജീവിത രീതിയും അതേസമയം ഒരു തൊഴിലും കൂടിയായിരുന്നു. മനുഷ്യ സംസ്കാരത്തിൻ്റെ പുരോഗതി തന്നെ കൃഷിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. കൃഷിയോട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഋതുഭേദങ്ങളുടെ പേരും സ്ഥലനാമങ്ങളും രൂപപ്പെട്ടത്.
കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റ് കാശാക്കുന്ന സമ്പ്രദായം അന്നില്ലായിരുന്നു. ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ആദ്യകാലത്ത് കർഷകർ കൃഷിയെ ഒരു ഉപജീവനമായി കണ്ടത്. അവർക്ക് അതൊരനുഷ്ഠാനം തന്നെയായിരുന്നു. വളരെ കഷ്ടമായിരുന്നു കൃഷിയുടെ കാര്യം. കാരണം അത് മിക്കവാറും എന്നല്ല മുഴുവനും തന്നെ മഴയെയും വെയിലിനെയും ആശ്രയിച്ചാണ് ഇരുന്നത്. വയലിൽ കൊണ്ടുപോയി വിതയ്ക്കുന്ന വിത്ത് മുളയ്ക്കുമോ എന്ന് പോലും നല്ല നിശ്ചയമില്ലായിരുന്നു. ഏതാണ്ട് ഒരു ചെറിയ ഈർപ്പം കിട്ടിയാൽ ആദ്യത്തെ വിത്ത് കൊണ്ടുപോയി വിതയ്ക്കുകയാണ്. വീട്ടിലുള്ള നെല്ല് അത്രയും വിത്തായിട്ട് സൂക്ഷിച്ചിരുന്നത് മുഴുവൻ കൊണ്ടുപോയി വയലിലിറക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ ഇനി എന്നാണ് മഴ വരിക എന്നോ ഇത് മുളച്ചിട്ട് ഉണങ്ങാതെ രക്ഷപ്പെടുമോ എന്നോ ഒന്നും നല്ല നിശ്ചയമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടായി കിട്ടുന്ന വിളവാണെങ്കിൽ പുല്ലും അതുപോലെ കീടങ്ങളുമൊക്കെ തിന്നു കഴിഞ്ഞ് ബാക്കി വളരെ വളരെ കുറച്ചായിരുന്നു. ഇതുകൊണ്ട് മനുഷ്യരും വീട്ടിലെ കന്നുകാലികളുമൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നത് മാറിയിട്ട് പല രൂപത്തിലുള്ള കാർഷിക വ്യവസായങ്ങൾ രംഗത്ത് വന്നതോടുകൂടിയാണ് കൃഷിക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? എന്ത് കിട്ടും എന്നാണ്. ഇന്ന് കൃഷി എന്ന ഒരു തൊഴിൽ അതിലേർപ്പെടുന്നയാൾക്ക് മറ്റെന്ത് തൊഴിലിന് പോകുന്ന ആളെക്കാളും വരുമാനം കുറവായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ ആരുമില്ല. തന്നെയല്ല, കാലം കൊണ്ട് കൃഷിക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായാലും 2-3 പ്രശ്നങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ചുറ്റുവട്ടത്തെ കാര്യം നോക്കൂ. സ്വർണത്തിനോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾക്കോ ഉണ്ടായ വില വർധന കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നോക്കൂ. ഒരു 10-30 കൊല്ലം മുമ്പ് ഒരു പവൻ സ്വർണത്തിന് എന്തായിരുന്നു വില, ഇപ്പോഴെന്താണ് എന്ന ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഒരു 10-30 വർഷം മുമ്പ് ഒരു കിലോ നെല്ലിന് എന്തായിരുന്നു വില എന്നും ഇപ്പോഴെന്താണെന്നും ആലോചിച്ച് നോക്കിയാൽ അറിയാം ഈ അന്തരം. മറ്റ് ഉൽപ്പന്നങ്ങൾ മുഴുക്കെ വളരെ വളരെ വേഗം വില വർധനവിന് വിധേയമാകുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ആ തോതിൽ നിന്നല്ല വില അല്പമെങ്കിലും വർദ്ധിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിയിൽ ഏർപ്പെടുന്ന ആൾക്ക് മറ്റെന്ത് തൊഴിലിന് പോകുന്ന ആളെക്കാളും ജീവിതം കഷ്ടിയാണ് എന്നർത്ഥം. അതുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പോവാതിരിക്കുക എന്നും വേറെ വല്ലതും ചെയ്യാമെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന വയൽ മുഴുവൻ നികത്തിയിട്ട് വേറെ വല്ലതും ചെയ്യുക എന്നുമുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ കൂടെ ഈ നഗരവൽക്കരണം എന്നൊരു സംഗതി വന്നിട്ട് നമ്മളെ ആകെ ബാധിച്ചതുകൊണ്ട് കൃഷിഭൂമി മുഴുക്കെ ഭൂമിക്ക് വിലയേറിയതുകൊണ്ട് വളരെ വലിയ വില കിട്ടുന്ന ഒരു വസ്തുവായി മാറിയപ്പോൾ അത് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കാര്യം നോക്കുക എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 100 ഹെക്ടയർ പോലും ഇവിടെ കൃഷിയില്ല. വയലെന്ന പേരിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അത് ആരും വിളവിറക്കാതെ തരിശായിട്ട് കിടക്കുകയാണ്. വിളവിറക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നിന്ന് പൊറുക്കേണ്ടത് എന്നറിയാൻ വയ്യാത്ത സ്ഥിതിയാണ്. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ കൃഷി എന്നത് മൊത്തമായി നശിച്ചു പോയാൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ. പഴയകാലത്തെ കൃഷിയല്ല ഇപ്പോഴത്തെ കൃഷി ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂലധനം ആവശ്യമുള്ളതാണ് ഇപ്പോഴത്തെ കൃഷി. ഒരുപാട് കാശ് കടം വാങ്ങിയിട്ടോ മറ്റെന്തെങ്കിലും രൂപത്തിൽ സമാഹരിച്ചിട്ടുമാണ് ഒരാൾ കൃഷിക്ക് ഇറങ്ങുന്നത്. ആ കൃഷി എങ്ങാനും വെള്ളത്തിൻ്റെ അഭാവം കൊണ്ടോ ആധിക്യം കൊണ്ടോ നശിച്ചു പോയാൽ ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ ഇയാൾക്ക് ഒരു വഴിയില്ല എന്നർത്ഥം. അതിന് പുറമെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിളവെടുപ്പ് കാലത്ത് വില കിട്ടില്ല എന്നൊരവസ്ഥ. ഇപ്പോൾ നെല്ല് കൃഷി ചെയ്ത് ഞങ്ങൾക്കിവിടെ സ്ഥലമായിട്ടറിയാം. വിളവ് ഉണ്ടായി ഏതാണ്ട് വിളവ് പൂർത്തിയായി വരുന്നത് വരെ നെല്ലിന് ആവശ്യക്കാർ 4 ഭാഗത്തുമായിട്ട് ഇങ്ങനെ നടക്കുകയും വില പറയുകയൊക്കെ ചെയ്യും. പക്ഷേ കൊയ്ത്ത് അടുത്ത് കഴിഞ്ഞാൽ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അവരാരും വരില്ല. കാരണം എന്താണെന്നറിയാലോ, നെല്ല് പോലെയുള്ളൊരു ഉൽപ്പന്നം മറ്റെന്ത് കൃഷി ഉൽപ്പന്നവുമാകട്ടെ എടുത്ത് സൂക്ഷിക്കാൻ വയ്യാത്ത ഒരു ഉൽപ്പന്നമാണ്. വിരിപ്പ് കൃഷി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കൊയ്ത് കയറ്റുന്ന നെല്ല് ഒരു 3 ദിവസം പോലും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, അത് മുളയ്ക്കും. മുളച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ അത് നാശമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് കൊയ്ത് കഴിഞ്ഞാൽ കൈ ഒഴിയണം എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ പറഞ്ഞ വിലയ്ക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് കച്ചവടക്കാരൊക്കെ കൂടി ഏതാണ്ട് ഒരു യൂണിയൻ പോലെയായിട്ട് ഈ കൃഷിക്കാരെ കഷ്ടപ്പെടുത്തിയിട്ട് മാറി നിൽക്കുകയാണ് പതിവ്. ഇതിന് ഒരു പരിഹാരമായിട്ടാണ് ഗവൺമെൻറ് നെല്ല് വാങ്ങുക, പ്രൊക്യൂർമെൻ്റ് എന്നൊരു പോളിസി കൊണ്ടുവന്നത്. പക്ഷേ അത് ഫലവത്തായിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. ഒന്നാമത്, ആവശ്യത്തിന് ഇത് പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല. രണ്ടാമത്, അത് കൊണ്ടുപോയാൽ അതിന് പണം ശരിയായി കിട്ടുന്ന, കൃത്യസമയത്ത് കിട്ടുന്ന ഒരു സംവിധാനമില്ല. അതിനൊക്കെ പുറമെ സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള ചുവപ്പ് നാടയും അല്പം അഴിമതിയും അല്പം കൈക്കൂലിയുമൊക്കെ ആയിട്ട് അതും അന്യാധീനമായി നാനാവിധമായിട്ടും പോയിരിക്കുകയാണ്. നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് എന്നർത്ഥം. വിളവ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നത് വരെയുള്ള ഒരു പരിരക്ഷ ഇൻഷുറൻസ് ആയിട്ട് കൃഷിക്കാരന് കിട്ടുകയും ഉണ്ടാകുന്ന വിളവ് നിശ്ചിതമായൊരു വിലയ്ക്കെങ്കിലും
വിറ്റ് പോകാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇന്നുള്ള കൃഷിയും 4 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ ഉടനീളമുള്ളത്. ഒരു കൃഷിക്കാലം കഴിഞ്ഞാൽ അടുത്ത കൃഷിക്കാലത്തേക്ക് വേണ്ടി വിത്തുകൾ നമ്മൾ സംരക്ഷിച്ചിരുന്നു. പഴയ കാലങ്ങളിൽ പൂജാമുറിയിലാണ് വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. കൃഷി മുഖ്യമായും വിത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. വിത്ത് അതിൻ്റെ സത്തയിൽ എല്ലാ വികാസ പരിണാമങ്ങളും ഉൾക്കൊള്ളുന്നു. വിത്ത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആകെ തുകയാണ്. വിത്ത് കാത്തുസൂക്ഷിക്കുക എന്നത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഐക്യവും മനുഷ്യവംശത്തിൻ്റെ തന്നെ കഴിഞ്ഞ കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. വിത്ത് അറ്റുപോവുക അഥവാ അന്യം നിന്നു പോവുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അധപ്പതനമായി തീരുന്നു. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വരാവുന്ന ഏറ്റവും വലിയ അധപ്പതനത്തെക്കുറിച്ച് പണ്ട് പറയാറുള്ളത് അവൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ വിത്ത് അറ്റു എന്നാണ്. വിത്ത് അറ്റു എന്ന് പറയുമ്പോൾ സംസ്കൃതിയുടെ വേരറ്റു എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറ്. എല്ലാതരം വിത്തുകളും ഉണ്ടാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും പണ്ട് വളരെ നിശ്ചിതമായ വ്യവസ്ഥാപിതമായ രീതികളുണ്ടായിരുന്നു. ഇപ്പോൾ നെല്ലാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയേറെ ശ്രദ്ധയോടെയും ഒരു വയലിലെ ഏറ്റവും നല്ല കതിരുകൾ ഊരിയെടുത്താണ് ഒരു കാലത്ത് വിത്തുണ്ടാക്കിയിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും നല്ല കതിരുകൾ നോക്കി, കതിർ കനം നോക്കി, കതിരിൻ്റെ എണ്ണം, മണിയുടെ എണ്ണം നോക്കി ഊരിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് കൈകൊണ്ട് തിരുമ്മി മണിയാക്കി വെയിലത്തിട്ട് കൃത്യമായി ഉണക്കി വല്ലങ്ങളിലാക്കി സൂക്ഷിക്കുകയായിരുന്നു പതിവ്. ഇതായിരുന്നു വിത്തുണ്ടാക്കുന്ന രീതി. ഓരോ വിത്തിനും വേറെ വേറെ സൂക്ഷിപ്പിടങ്ങളും തമ്മിൽ കലർന്നു പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും ഒക്കെ ഉണ്ടായിരുന്നു. വിത്തിൻ്റെ തനിമ, വിത്തിൻ്റെ സ്വഭാവം, വിത്തിൻ്റെ ശുദ്ധി ഇതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചുമതലകളിൽ ഒന്ന് ഒരു വീട്ടിൽ. അത് പച്ചക്കറി വരെ ആയാലും പടവലമായാലും പാവലായാലും പയറായാലും എന്തു തന്നെ ആയാലും വിത്തുകൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകം മുറകളുണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ടായിരുന്നു. വല്ലങ്ങൾ, കൊട്ടകൾ, വട്ടികൾ, പത്തായങ്ങൾ എന്നിങ്ങനെ വല്ലം നിറ, ഇല്ലം നിറ, പത്തായ നിറ എന്ന് നിറയോ നിറ എന്ന് പറയുന്നത് വിത്തിൻ്റെ ഉൽപ്പാദനത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലായിരുന്നു. ഇതൊക്കെ പോയിട്ട് വിത്ത് ഇല്ലാതെയായി. ഇപ്പോൾ നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വിത്ത് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ പാവലിൻ്റെ വിത്തില്ല, പടവലത്തിൻ്റെ വിത്തില്ല, പപ്പായയുടെ വിത്തില്ല, നെല്ലിൻ്റെ വിത്തില്ല, ഉഴുന്നിൻ്റെ വിത്തില്ല, മുതിരയുടെ വിത്തില്ല, പയറിൻ്റെ വിത്തില്ല, ഒന്നിൻ്റെയും വിത്തില്ല. എവിടെയെങ്കിലും പോയി ബ്ലോക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വിത്ത് വിൽക്കുന്ന ഏതെങ്കിലും കടയിലോ പോയിട്ട് വിത്ത് വാങ്ങിച്ചു കൊണ്ട് വേണം നമുക്ക് കൃഷി ചെയ്യാൻ. ഈ വിത്ത് കൃഷി ചെയ്താൽ എന്ത് വിളവാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയില്ല എന്ന് മാത്രമല്ല, ഉണ്ടാകുന്ന വിളവിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നമുക്ക് നിശ്ചയമില്ല. കാരണം ഈ ചെടിയുടെ സ്വഭാവം നമുക്ക് അറിയാത്ത ഒരു സ്വഭാവമാണ്. പണ്ട് ഒരു വിത്തിൻ്റെ ചെടി എങ്ങനെ ഇരിക്കുമെന്നും അതിന് എന്താണ് ശുശ്രൂഷ വേണ്ടതെന്ന് നമുക്കറിയാമായിരുന്നു. ചിറ്റേനി വിതച്ചാൽ അത് വളരുമ്പോൾ എത്ര ദിവസം കൊണ്ട് അതിന് എന്തൊക്കെ പ്രായം വ്യത്യാസം വരുമെന്നും എന്തൊക്കെ അസുഖം വരാമെന്നും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാകുമെന്നും അത് പ്രയോഗിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന വിത്തുകൾക്ക് പല പേരുകളാണെങ്കിലും ഈ വിത്തുകളുടെ ചെടികൾ എങ്ങനെ ഇരിക്കുമെന്നോ ആവശ്യങ്ങൾ എന്താണെന്നോ ശേഷി എന്താണെന്നോ നമുക്ക് നിശ്ചയമില്ല. തന്നെയല്ല, ഈ സങ്കരയിനം വിത്തുകളുടെ ഒരു ബുദ്ധിമുട്ട് അത് 2-3 തലമുറ കഴിയുമ്പോൾ എന്ത് വിത്തുകൾ ചേർത്താണോ സങ്കരം ഉണ്ടാക്കിയത് ആ സങ്കരങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു അനുഭവമുള്ളൊരു കാര്യമാണ് കൃഷി ചെയ്യുമ്പോൾ. ആദ്യം കിട്ടുന്ന വിത്ത് ഒരു ആണ്ടിൽ കൃഷി ചെയ്തിട്ട് ആ വിത്ത് എടുത്തു വെച്ചിട്ട് അടുത്ത ആണ്ടിൽ കൃഷി ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന നെല്ലിൻ്റെ നിരപ്പ് വ്യത്യാസപ്പെട്ടിരിക്കും. ആദ്യത്തെ നിരപ്പ് സമമായിരുന്നുവെങ്കിൽ രണ്ടാം ആണ്ടിലെ നിരപ്പ് അസമമായിരിക്കും. അതായത് ചില കതിരുകൾ മേലോട്ട് നിൽക്കും. അതിൻ്റെ അർത്ഥം ഈ കുറിയ നെല്ലും നീണ്ട നെല്ലും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഈ വിത്ത് പല മണികളിൽ, പല വിത്ത് മണികളിൽ, പഴയ വിത്തുകളിൽ കുറിയതായിട്ടും വലുതായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. സ്വാഭാവികമായ ഒരവസ്ഥയിലുണ്ടായിരുന്ന 2 വിത്തുകൾ സംയോജിപ്പിച്ച് അസ്വാഭാവികമായ ഒരിനം വിത്തുണ്ടാക്കി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ അസ്വാഭാവികമായ ഇനം അതിൻ്റെ ചേരുവകളായി തരംതിരിഞ്ഞ് വ്യത്യാസപ്പെട്ട് തന്നെ പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇതിനെക്കുറിച്ച് സയൻസ് വേണ്ടത്ര ഇപ്പോഴും ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. വിളവെടുപ്പ് ഉത്സവങ്ങൾ മുഖ്യമായും വിഷുവുമായി ബന്ധപ്പെട്ടും ഇവിടെ നിലനിൽക്കുന്നു. കേരളത്തിൽ ഓണത്തിനും വിഷുവിനും കൃഷിയുമായി ബന്ധമുണ്ട്. മേടമാസ ചൂടിൽ അവസാന വിളവെടുപ്പും കഴിഞ്ഞ് കിട്ടാവുന്ന മഴയുടെ പ്രതീക്ഷയിലായിരിക്കും കർഷകർ. മഴക്കാലത്തെ ആശ്രയിച്ചാണ് കേരളത്തിലെ മിക്ക കൃഷികളും നടക്കുന്നത്. വിഷുക്കാലം
കടുത്ത വേനലിൽ വിണ്ടുകീറിക്കിടക്കുന്ന പാടത്തിൻ്റെ മഴയെ സ്വാഗതം ചെയ്യാനുള്ള വ്യഗ്രതയാണ്. വിഷു നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ മുഖ്യമായ പ്രതിഫലനം തന്നെയാണ്. നമ്മൾ വിഷു എന്നൊക്കെ പറയുമ്പോൾ കൃഷിയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷി ഇറങ്ങുക, ഭൂമിയെ പൂജിക്കുക, കൃഷി ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുക, ഇതൊക്കെയായിരുന്നു കൃഷി ആയിട്ട് വിഷുവിനുള്ള ബന്ധം. ഓണവും കൃഷിയും തമ്മിൽ എന്നപോലെ തന്നെ വിഷുവും കൃഷിയിലും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ മൂത്ത ചക്ക പ്ലാവിൽ നിന്നിട്ട് അതിനെ വെട്ടിക്കീറി കറി വെച്ച് കഴിക്കുന്നത് വിഷുവിനാണ്. അതുപോലെ ആദ്യത്തെ മാങ്ങയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ വിഷുവിനാണ് പ്രധാനമായും നമ്മൾ അനുഭവിക്കുക. ആദ്യത്തെ വിത്ത് കൊണ്ടുപോയി വയലിറക്കുന്നത് വിഷുവിനാണ്. ഈ വയലിറക്കുന്നത് ഒരു മഹോത്സവമായിട്ടാണ് പതിവ്. രാവിലെ പോയി നേരത്തെ പോയി ഭൂമിയെ പൂജിച്ച് നമസ്കരിച്ച് ചാലെടുത്ത് മണ്ണ് കീറി വിത്തിട്ട് പൊഴുതു നോക്കി നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യനും മണ്ണും ഭൂമിയും പരിസ്ഥിതിയും കാലാവസ്ഥയും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു തരം ജൈവബന്ധം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മളിതിനെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിക്കുന്നതിൽ വലിയൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. സ്നേഹം നഷ്ടപ്പെട്ട ഒരു വീട്ടിലേക്ക് സ്നേഹത്തെ തിരിച്ചു കൊണ്ടുവരില്ല എങ്ങനെയാണ്? നമ്മൾ പാടിക്കൊടുത്തത് കൊണ്ടോ പഠിപ്പിച്ചത് കൊണ്ടോ കഥ പറഞ്ഞത് കൊണ്ടോ ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ കൃഷി എന്ന് പറയുന്ന ഒരു സന്തുലിത ജീവിതാവസ്ഥ അത് ഇല്ലാതായി പോയ ഒരു സമുദായത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹ ബന്ധങ്ങൾക്കിടയിൽ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യുക ചോദിച്ചാൽ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. പഴയ ജീവിതം ആലോചിച്ച് നോക്കൂ. ഒരു വീടുണ്ട്, കുറച്ച് കൃഷിയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, നായുണ്ട്, അയൽവക്കക്കാരുണ്ട്. ഈ കൃഷി ചെയ്യാനുള്ള സംവിധാനം മുഴുക്കെയുണ്ട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കൃഷി നടന്നുകൊണ്ടിരുന്നത്. ഈ കന്നുകാലികളെ കൊണ്ട് വയൽ ഉഴും, അവിടെ നിരപ്പാക്കും, അവിടെ പണികളൊക്കെ ചെയ്യിക്കും, വെള്ളം തേവിക്കും, ഇതൊക്കെ ചെയ്യും. ഈ കന്നുകാലികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഈ വയലിൽ നിന്ന് കിട്ടുന്ന കച്ചിയും ഈ കന്നുകാലികളുടെ ചാണകം വയലിലേക്ക് ആവശ്യമുള്ള വളവുമായിട്ട് മാറുകയാണ്. വീട്ടിലുള്ള എല്ലാ പച്ചക്കറി വിഭവങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ കന്നുകാലിയുടെ ഭക്ഷണമാണ്. ഇങ്ങനെ പരസ്പരം സഹായിച്ചു പോകുന്ന ഒരു ജൈവാവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കന്നുകാലി ഇല്ലാതായി ട്രാക്ടർ വന്നപ്പോൾ ഈ ട്രാക്ടർ ചാണകം തരാത്തത് കൊണ്ട് എന്ത് വളമാണ് വയലിടുക എന്ന് നിശ്ചയമില്ലാതെയായി. അതുപോലെ ചാരം എന്നൊന്നും ഇല്ലാതായതുകൊണ്ട് ഗ്യാസ് വന്നതോടുകൂടി അതും ഇല്ലാതായതുകൊണ്ട് എങ്ങനെയാണ് കുറച്ച് പൊട്ടാഷ് ഈ മണ്ണിലെത്തിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ലാതായി. ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള സമതുലനങ്ങളും നഷ്ടപ്പെട്ടിട്ട് നമ്മളെങ്ങനെയാണ് ഭൂമിയിൽ നിൽക്കുന്നത്? വീഴാൻ പോകുമ്പോൾ സമതുലനം പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമതുലനം പാലിക്കാനുള്ള അവയവങ്ങളും പരിസ്ഥിതി ഇല്ലാതെ പോയാൽ പിന്നെ നമ്മൾ വീണിരിക്കും. യാതൊരു സംശയമില്ല ആ കാര്യത്തിന്. നിന്ന് പൊറുക്കുന്ന ഒരാളിനോട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിശ്ചയം ഉണ്ടാവില്ല. പക്ഷേ വീഴാൻ പോകുന്ന ആളിനോട്, വീണ് പോകുന്ന ആളിനോട് ചോദിച്ചാൽ ആൾക്ക് അസലായിട്ടറിയാം എന്തുകൊണ്ടാണ് വീഴുന്നത് എന്ന്. ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷിയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് ഒട്ടും പ്രധാനമല്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളതും കൃഷിയാണ് എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ വിഷു ആഘോഷിക്കുകയാണ്. എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത്? ഒരു ഒഴിവ് ദിവസമാണ്. അന്ന് എന്തായാലും നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് അല്പം സദ്യ ഒരുക്കാം, വേണമെങ്കിൽ സൊറ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ബാറിലും പോവാം, അല്ലെങ്കിൽ ബിവറേജസിൽ പോയി ക്യൂ നിൽക്കാം, എന്ത് പണിയിലും ചെയ്യാം. എന്നിട്ട് വിഷുവിന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. വരുന്നവർ വരുമ്പോൾ കാണിച്ചു കൊടുക്കാം. അന്യ നാട്ടിൽ ആരോടെയും അവർക്ക് കൊടുത്തയക്കാം. ഇതൊക്കെ ചെയ്യാം. പക്ഷേ വിഷു എന്നതിൻ്റെ അടിസ്ഥാനപരമായ കാർഷികമായ അടിത്തറ നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. അവസാന വിളവെടുപ്പും കഴിഞ്ഞ് കൃഷിസ്ഥലങ്ങളെ സ്വതന്ത്രമാക്കുന്ന കാലമാണ് മേടമാസം. കൊയ്തൊഴിഞ്ഞ പാടങ്ങൾ മേടമാസക്കാലത്ത് കാൽപന്ത് കളിയുടെയും ക്രിക്കറ്റ് കളിയുടെയും ശില്പശാലകൾ കൂടിയാണ്. രാത്രികാലങ്ങളിൽ ആയിരക്കണക്കിന് അമ്പലങ്ങളിലെ ഉത്സവ തിമിർപ്പുകളും ആർപ്പുവിളികളും ഉയരുന്നു. ഇതെല്ലാം വേനൽക്കാല കൃഷിയുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ആസ്വാദ്യമായ കാഴ്ചകളാണ്. കൃഷി തന്നെയാണ് എഴുത്ത്, എഴുത്ത് തന്നെയാണ് കൃഷി. എഴുത്ത് എന്ന് പറയുന്നതും ഒരു വിത്ത് മുളപ്പിക്കലും അതിൻ്റെ വികാസവും വളർച്ചയും പരിണതിയും ഫലപ്രാപ്തിയുമാണ് എന്ന് നമുക്കറിയാം. ഒരാശയത്തിൻ്റെ വിത്ത് മുളയ്ക്കുന്നു, നമ്മളതിനെ ശുശ്രൂഷിക്കുന്നു, അതിന് വളവും മണ്ണും വെളിച്ചവും വെള്ളവും ഒക്കെ കൊടുക്കുന്നു, അതിനാവശ്യമുള്ള ഊന്ന് കൊടുക്കുന്നു, രക്ഷ കൊടുക്കുന്നു, അവസാനം നമ്മൾ അതിൻ്റെ വിളവെടുത്ത് ഫലപ്രാപ്തിയിലെത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് കൃഷിയിലും സംഭവിക്കുന്നത്. എഴുത്തിലായാലും കൃഷിയിലായാലും നമുക്ക് അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. ഏത് വിത്താണ് ഈ ആളിൽ കൃഷി ചെയ്യേണ്ടത് എന്ന കാര്യം ഒരു അന്വേഷണ വിഷയമാണ്. എന്തുകൊണ്ട് വിളവിൽ കുറഞ്ഞു വരുന്നു എന്ന കാര്യം അന്വേഷണ വിഷയമാക്കാറുണ്ട് പഴയ കാരണവന്മാരെ.
എന്നിട്ട് ആവശ്യമായ പരിഷ്കാരം വിത്തിൽ വരുത്തണം, ആവശ്യമായ പരിഷ്കാരം വളത്തിൽ വരുത്തണം, ആവശ്യമായ പരിഷ്കാരം കാലാവസ്ഥയിൽ ഇല്ലാതാവുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ വരുത്തണം. അങ്ങനെ അവർ മാറ്റങ്ങൾ വരുത്താറാണ് പതിവ്. ഇതുപോലെ തന്നെയാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാ കാലത്തും ഒരേപോലെയുള്ള വിത്തുകളായിട്ട് ഒരേ വയലിലല്ല കൃഷി ചെയ്യാറ്. നമ്മൾ വയലിനനുസരിച്ച് നമ്മുടെ വിത്തിനെ ഭേദപ്പെടുത്തുന്നു, വിത്തിനനുസരിച്ച് നമ്മൾ വയലിനെ മാറ്റിയെടുക്കുന്നു. ഇത് രണ്ടിനെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു. മുള പൊട്ടുന്ന ഒരു വിത്ത് മനസ്സിലില്ലാതെ ഒരു ചെറുകഥയോ കവിതയോ നോവലോ ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇലപിരിയുന്ന ഒരു കൂമ്പ് മനസ്സിലില്ലാതെ, ഒരു തളിര് മനസ്സിലില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ പച്ച എന്ന് പറയുന്ന, പ്രസാദം എന്ന് പറയുന്ന ഒരു വികാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അതുപോലെ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിൻ്റെ സൗഭാഗ്യം മനസ്സിലില്ലാതെ ഫലപ്രാപ്തി എന്നൊരു ചിന്ത സാധ്യമല്ല. എന്താണ് എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭവശേഷി എന്ന് ചോദിച്ചാൽ അതൊരു സ്റ്റാമിന അല്ലെങ്കിൽ ഊർജ്ജമാണ്. ഈ ഊർജ്ജം എന്തിൻ്റെ ഊർജ്ജമാണ് എന്ന് ചോദിച്ചാൽ ജൈവമായ ഊർജ്ജമാണ്. അത് നമുക്ക് രാസവളമിട്ടോ കീടനാശിനി പ്രയോഗിച്ചോ നിലനിർത്തി കൊണ്ടുപോകാനോ വളർത്താനോ കഴിയുന്ന ഒരു ഊർജ്ജമല്ല. സ്വാഭാവികമായ പ്രകൃതിജന്യമായ ഒരു ഊർജ്ജം. അതേ ഊർജ്ജമാണ് ഒരു ചെടിയെ നിലനിർത്തുന്നതും മുളപ്പിക്കുന്നതും വളർത്തുന്നതും പുഷ്പിക്കുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് എന്താണ് കൃഷി, എന്താണ് എഴുത്തെന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടല്ല എന്നാണ് എഴുതുന്ന ഒരാൾക്ക് എന്നും എപ്പോഴും പറയാനുണ്ടാവുക എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. കൃഷിക്കാരനായി ജീവിക്കാനും മരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ എന്ന് ഇല്ലാതാകുന്നുവോ അന്ന് ഈ ഭൂമിയിൽ പുലരാൻ ആഗ്രഹിക്കാത്ത ഒരു പാവ മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്രയും ഞാൻ പറയുന്നത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാം ടൂറിസം സംരംഭകർക്ക് ധനസഹായം. കേരള ഫീഡ്സ് BIS നിലവാരമുള്ള കാലിത്തീറ്റ നിർമ്മിക്കുന്നു. മൃഗങ്ങൾക്ക് 24 മണിക്കൂറും ചികിത്സ ലഭ്യമാകാൻ ഇവെറ്റ് കണക്ട് സർവീസ്. വിശദമായ വാർത്തകളിലേക്ക്. തോട്ടങ്ങളുടെ ഭാഗം ടൂറിസത്തിന് ഉപയോഗിക്കുന്നതിന് സർക്കാർ ധനസഹായം നൽകും. 10 ഏക്കർ വരെയുള്ള കൃഷിയിടങ്ങൾക്ക് ഈ ഇനത്തിൽ സഹായം ലഭിക്കും. വൻകിട എസ്റ്റേറ്റുകൾക്ക് മൊത്തം വിസ്തൃതിയുടെ 5% ഫാം ടൂറിസത്തിനായി വിനിയോഗിക്കുന്നതിനും കോട്ടേജുകൾ നിർമ്മിക്കുന്നതിനും അനുമതി ലഭിക്കും. താൽപ്പര്യമുള്ള സംരംഭകർ ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ വഴി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അപേക്ഷ നൽകുക. കമുകിന്റെ മണ്ട മറിച്ചിലിനും ശോഷിക്കലിനും പോളകരിച്ചിലിനും മണ്ണ് പരിശോധന നിർബന്ധമായും നടത്തണമെന്ന് വിദഗ്ധർ. മണ്ടമറിച്ചിൽ കണ്ട കമുകിൻ തോട്ടങ്ങളിൽ ബോറോണിന്റെ അഭാവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രതിവിധിയായി ഓരോ മരത്തിനും 350 ഗ്രാം കുമ്മായമിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ബോറാക്സ് പൊടി വിതരണമെന്ന് കാർഷിക സർവകലാശാല അറിയിച്ചു. ഹൈടെക് ഫാമിംഗ്, തുറസായ സ്ഥലത്തെ സൂക്ഷ്മകൃഷി, ജൈവ കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ കോട്ടയത്തുള്ള കോഴ മേഖല സാങ്കേതിക പരിശീലന കേന്ദ്രത്തിൽ ട്രെയിനിംഗ് നൽകുന്നു. നാളെ മുതൽ പരിശീലനം ആരംഭിക്കും. പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ്. താൽപ്പര്യമുള്ളവർ കോട്ടയം കോഴ മേഖല പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0482 223 1351. കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കാലിത്തീറ്റ നിർമ്മാണ ഫാക്ടറി കേരള ഫീഡ്സ് BIS നിലവാരത്തിലുള്ള കാലിത്തീറ്റ നിർമ്മിക്കുന്നു. സ്വകാര്യ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റകൾക്ക് BIS നിലവാരമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ബൈപ്പാസ് അമിനോ ആസിഡുകളും 20% കാൽസ്യവും അടങ്ങിയ പുതിയ തീറ്റയിൽ യൂറിയ ചേർക്കുന്നില്ല. ന്യൂ എലൈറ്റ് എന്ന് നാമകരണം ചെയ്ത പുതിയ തീറ്റ ഉടൻ വിപണിയിലിറങ്ങും. മാമ്പഴ ഈച്ചക്കണിയെ മെറ്റ് കാർഷിക സർവകലാശാലയുടെ വിപണന കേന്ദ്രങ്ങൾ തയ്യാറായി. മാവ് പൂത്തു തുടങ്ങുമ്പോഴേ തൂക്കിയിടാവുന്ന മെറ്റ് 2-3 മാവുകൾക്ക് ഒരെണ്ണം മതിയാകും. 4 മാസത്തോളം പ്രവർത്തനക്ഷമമായിരിക്കുന്ന മെറ്റുകൾ കാർഷിക സർവകലാശാലയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ലഭിക്കും. മൃഗചികിത്സ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂറും ചികിത്സ ലഭിക്കാൻ വെറ്ററിനറി സർവകലാശാലയുടെ വിവര സാങ്കേതിക വിദ്യാവിഭാഗം ഇവെറ്റ് കണക്ട് സർവീസ് ആരംഭിക്കുന്നു.
വെറ്ററിനറി ആംബുലൻസ്, കോൾ സെന്ററുകൾ, ഹോസ്പിറ്റലുകളുടെ ആധുനികവത്കരണം, രോഗങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനുള്ള സംവിധാനം, വെറ്റ് കണക്ട്, വെബ് പോർട്ടൽ എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. പദ്ധതി 3 മാസത്തിനകം പ്രാവർത്തികമാകും. മണ്ണ് പര്യവേക്ഷണ വകുപ്പിന്റെ വേനൽക്കാല പദ്ധതികൾ ആരംഭിച്ചു. കുട്ടനാട് പാക്കേജിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ ഉൾപ്പെടുത്തി പരിസ്ഥിതി പുനരുജ്ജീവനത്തിനുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ഇതോടൊപ്പം ദേശീയ നീർനദി വികസന പദ്ധതി പ്രകാരം കേരളത്തിലെ 134 നീർത്തടങ്ങളിൽ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജില്ലാതല മണ്ണ് സംരക്ഷണ പര്യവേഷണ ഓഫീസർമാരുമായി ബന്ധപ്പെടാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,400 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 14,750, കൊപ്ര കൊച്ചി 10,200, കോഴിക്കോട് 10,100, തൃശൂർ 10,130, കുരുമുളക് അൺഗാർബിൾഡ് 59,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,500 രൂപ, ചുക്ക് മീഡിയം 32,000 രൂപ, ചുക്ക് ബെസ്റ്റ് 34,000 രൂപ, മഞ്ഞൾ സേലം 7,200, ഈറോഡ് 7,500, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,850 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,400 രൂപ, ഏപ്രിൽ അവധി 13,200 രൂപ, മെയ് അവധി 13,170 രൂപ, ജൂൺ അവധി 12,550 രൂപ, ജൂലൈ അവധി 12,365 രൂപ. കൊപ്ര 10,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 59,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 32,000 രൂപ, ചുക്ക് ബെസ്റ്റ് 34,000 രൂപ, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350-നും 400-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 600-നും 640-നും മധ്യേ, ജാതിപത്രി 800-നും 850-നും മധ്യേ, ഗ്രാമ്പു 950-നും 1095-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ, ഒട്ടുപാല് 10,300 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുലഹരിയിലാണ് കാർഷികോൽപ്പന്ന വിപണി. മൊത്ത മാർക്കറ്റുകൾ പലതും അവധിയുടെ ആലസ്യത്തിലാണെങ്കിലും നാട്ടിൻപുറങ്ങളിലെ ചെറുകിട കമ്പോളങ്ങളിൽ പുതിയ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം നടന്നു. വിദേശത്ത് റബ്ബർ മികവ് കാണിച്ചത് ആഭ്യന്തര റബ്ബർ അവധി നിരക്കുകൾ ഇന്ന് മെച്ചപ്പെടുത്തി. ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ കാർഷിക മേഖലകളിൽ കാര്യമായി ചരക്കില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായെങ്കിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ ഇനിയും കാത്തിരിക്കണം. നാളികേരോൽപ്പന്നങ്ങൾ ശക്തമായ നിലയിലാണ്. തമിഴ്നാട്ടിലെ മുഖ്യ വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണ 14,275 രൂപയിലാണ്. ഇതിനിടയിൽ പാം ഓയിൽ ഉൽപ്പാദകർ വില വർദ്ധിപ്പിച്ചത് സൂര്യകാന്തി, നിലക്കടല, സോയ തുടങ്ങിയ ഭക്ഷ്യ എണ്ണകൾക്ക് നേട്ടമായി. പുതിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയും കൊപ്രയും കൂടുതൽ മികവ് കാണിക്കാം. കുരുമുളക് റെക്കോർഡായ 61,500 രൂപയിലാണ്. കർണാടകത്തിലെ കൂർഗിൽ നിന്ന് പുതിയ കുരുമുളക് വിൽപ്പനയ്ക്കിറങ്ങി. മികച്ച ഇനം ചുക്ക് വില 34,000-ലേക്ക് ഉയർന്ന് റെക്കോർഡ് സ്ഥാപിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 23.2, കൊച്ചി 34.2, 25, ആലപ്പുഴ 33.1, 24, പുനലൂർ 36, 21.5, തിരുവനന്തപുരം 34.4, 22.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ.